ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എററിന്റെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ട്രയൽ ബാലൻസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, പ്രിപ്പയർ ചെയ്യുന്ന വിവിധ രീതികൾ, എറേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ടൈപ്സ് ഓഫ് എറേഴ്സ്, ഇത്രയുമാണ് നമ്മൾ ആ വീഡിയോ പ്രസന്റേഷനിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ പ്രസന്റേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള എററുകൾ റെക്ടിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 4-5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മേഖലയാണ്. ഒരു എറർ കണ്ടുപിടിച്ചാൽ ആ എറർ ഏത് ടൈപ്പ് ഓഫ് എറർ ആണെന്ന് കണ്ടുപിടിക്കുക, ഒപ്പം തന്നെ അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞത് പ്രധാനമായും 4 തരത്തിലുള്ള എററുകളാണ് ഉണ്ടാവുക. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, എറർ ഓഫ് ഒമിഷൻ, കോമ്പൻസേറ്റിംഗ് എറർ ആൻഡ് എറർ ഓഫ് കമ്മീഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള 4 ടൈപ്പ് ഓഫ് എററുകളാണ് സംഭവിക്കുക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിൽ ഏതൊക്കെ എററുകളാണ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ എററുകളാണ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്തത് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിന്റെ ബേസിൽ നമുക്ക് ഇതിനെ 1 സൈഡഡ് എറേഴ്സ് എന്നും 2 സൈഡഡ് എറേഴ്സ് എന്നും പറയാം. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് 1 സൈഡഡ് എറർ ആണോ 2 സൈഡഡ് എറർ ആണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം 1 സൈഡഡ് എറർ ആണെങ്കിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം, 1 സൈഡഡ് എറർ ആണെങ്കിൽ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് കൂടി ക്യാൻസൽ ചെയ്യേണ്ടി വരും. എന്നാൽ 2 സൈഡഡ് എറർ ആണെങ്കിൽ അവിടെ സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ജേണൽ എൻട്രിയിലൂടെ നമുക്കത് റെക്ടിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാകും. ഇനി ഞാൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എപ്പോഴാണ് എററുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്? എപ്പോൾ വേണമെങ്കിലും എററുകൾ ഉണ്ടാകാം. പക്ഷേ ഈ എററുകൾ കണ്ടുപിടിക്കുന്ന സമയം പ്രധാനമായിട്ടും നമ്മൾ 3 സമയത്താണ് എററുകൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ് നമുക്കറിയാം. ആദ്യം നമ്മൾ ജേണൽ എഴുതുന്നു, ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ് നമ്മൾ വർഷം ഉടനീളം 365 ദിവസവും കണ്ടിന്യൂ ചെയ്തു പോകുന്നു. വർഷത്തിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ട്രയൽ ബാലൻസിന് ശേഷം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇതിന്റെ ഏത് സാഹചര്യത്തിലും ഏതെങ്കിലും ഒരു തലത്തിൽ വെച്ചിട്ട് നമ്മൾ എററുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കണ്ടുപിടിക്കുവാൻ സാധിക്കും. അപ്പൊ എററുകൾ കണ്ടുപിടിക്കുന്ന സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് നമ്മൾ ഇതിനെ 3 ആയിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന്, ബിഫോർ ട്രയൽ ബാലൻസ്. എന്താണ് ബിഫോർ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്തു, ജേണൽ എൻട്രി എഴുതി, ലെഡ്ജർ എഴുതി, ഇതിങ്ങനെ എഴുതി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലായി ഒരു എറർ സംഭവിച്ചിരിക്കുന്നു. അത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമ്മൾ അക്കൗണ്ട് ജേണൽ എൻട്രി എഴുതി, ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തു, ലെഡ്ജറുകൾ നമ്മൾ ബാലൻസ് ചെയ്തിട്ടില്ല, ലെഡ്ജറുകൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്തിട്ടില്ല, ലെഡ്ജർ അക്കൗണ്ടുകൾ നമുക്ക് മുന്നിൽ ഓപ്പൺ ആണ്. അപ്പോൾ ഒരു എറർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ഇത് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് വന്നിട്ടില്ല? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്തുണ്ടായിട്ടില്ല? സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടായിട്ടില്ല. നമുക്ക് ആ അക്കൗണ്ടിലേക്ക് തന്നെ എഴുതി അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലോ? എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? വർഷത്തിന്റെ അവസാനം ഓരോ അക്കൗണ്ടുകളും എടുത്ത് ക്ലോസ് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് പെറുക്കി നമ്മൾ എന്തുണ്ടാക്കുന്നു? ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നു. ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ടാലി ആവുന്നില്ല, തെറ്റുപറ്റിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന എറർ ഉണ്ടായി എന്നുള്ളത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ, ഫൈനൽ അക്കൗണ്ട്സിന് മുന്നേ തന്നെ. അപ്പോഴാണ് നമ്മളിത് കറക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഈ സെയിം തെറ്റ് അപ്പോഴാണ് കറക്റ്റ് ചെയ്യുന്നതെങ്കിൽ, അത് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതുകൂടി ക്യാൻസൽ ചെയ്ത് കളയേണ്ടി വരും? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടായി, അപ്പൊ ഇനി ആ സസ്പെൻസ് അക്കൗണ്ട് കൂടി ക്യാൻസൽ ചെയ്യേണ്ടി വരും. മൂന്നാമതൊരു സംഗതി ഉണ്ട്, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചില തെറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് നെക്സ്റ്റ് ഇയറിലായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ തൽക്കാലം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് 2 ആയിട്ട് പറയാം: ബിഫോർ ട്രയൽ ബാലൻസ് ആൻഡ് ആഫ്റ്റർ ട്രയൽ ബാലൻസ്. ഒന്നുകൂടി ഞാൻ പറയാൻ വേണ്ടിയ പ്രത്യേകത, ബിഫോർ ട്രയൽ ബാലൻസ് ആണെങ്കിൽ, അതായത് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല,
അക്കൗണ്ട് നമുക്ക് മുന്നിലുണ്ട്, ആ അക്കൗണ്ടിലേക്ക് എടുത്തെഴുതി നമുക്ക് അവിടെ കറക്ഷൻ വരുത്താനായിട്ട് സാധിക്കും. എന്നാൽ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ അക്കൗണ്ട് നമുക്ക് അവിടെ ഇല്ല. നമുക്ക് ഈ തന്നെയുമല്ല, നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ സസ്പെൻസ് അക്കൗണ്ടിനെ നമുക്ക് എന്ത് കളയേണ്ടി വരും? ക്യാൻസൽ ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ ഒരു സസ്പെൻസ് അക്കൗണ്ടിനെ കൂടി കൂട്ടിക്കൊണ്ടുള്ള ഒരു ജേണൽ എൻട്രി ഉപയോഗിച്ചാണ് നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വൺ സൈഡഡ് എററുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ടു സൈഡഡ് എറർ ആണെങ്കിൽ ബിഫോർ ട്രയൽ ബാലൻസും ആഫ്റ്റർ ട്രയൽ ബാലൻസും ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ് നമ്മളത് റെക്ടിഫിക്കേഷൻ നടത്തുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ പ്രോബ്ലംസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. അപ്പോൾ നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പർച്ചേസസ് ഡേ ബുക്ക് ഓവർകാസ്റ്റ് ബൈ ₹1000. പർച്ചേസസ് ഡേ ബുക്ക് നിങ്ങൾക്കറിയാം, നമ്മൾ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ഡേ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ജേണൽ തന്നെയാണ്. അപ്പോൾ പർച്ചേസസ് ഡേ ബുക്ക് എന്ന് പറയുന്ന ജേണൽ ഓവർകാസ്റ്റ് ചെയ്തു. എന്താ ഓവർകാസ്റ്റ് എന്ന് പറയുമ്പോൾ കൂട്ടിയപ്പോൾ കൂടിപ്പോവുക, 1000 രൂപ അധികരിച്ചു പോയി. ഞാനിതൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പർച്ചേസസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. ക്രെഡിറ്റ് പർച്ചേസ് നടക്കുമ്പോഴാണ് പർച്ചേസസ് ഡേ ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓരോ പ്രാവശ്യവും പർച്ചേസസ് നടത്തുമ്പോൾ, ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ ഓരോ പ്രാവശ്യവും പർച്ചേസസ് അക്കൗണ്ടിലേക്ക് എഴുതുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താണ്? പർച്ചേസസ് ഡേ ബുക്കിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നു. അപ്പോൾ റഹീമിൻ്റെ കയ്യിൽ നിന്ന് 2400 റുപ്പീസിൻ്റെ സാധനങ്ങൾ വാങ്ങിയപ്പോൾ പർച്ചേസസ് ഡേ ബുക്കിൽ എഴുതി. അത് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലേക്ക് എഴുതുന്നില്ല. പീരിയോഡിക്കലായിട്ട് മാത്രമാണ് നമ്മൾ പർച്ചേസസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റിംഗ് നടത്തുക. അപ്പോൾ ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പർച്ചേസസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ 3 പേരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ ഒരാഴ്ചയിൽ നമ്മൾ 3 പേരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ കടമായിട്ട് വാങ്ങി. ആഴ്ചയുടെ അവസാനം എത്തിയപ്പോൾ നമ്മളിത് പർച്ചേസസ് അക്കൗണ്ടിലേക്ക് എടുത്ത് ലെഡ്ജറിലേക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. 3 പ്രാവശ്യമായിട്ടല്ല, നമ്മൾ ഒറ്റയടിക്കാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പോസ്റ്റിങ്ങിന് മുന്നേ നമ്മളിത് എത്ര രൂപയുടെ പർച്ചേസ് നടത്തിയെന്നറിയാൻ ഇത് ആഡ് ചെയ്തു. ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായി നമ്മളിത് ആഡ് ചെയ്തു. നമ്മൾ 6000 എന്ന് എഴുതി. തെറ്റാണ്. നോക്കൂ, ആകെ ആഡ് ചെയ്യുമ്പോൾ 5000 വന്നാൽ മതി. പക്ഷെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. 6000 എന്ന് നമ്മൾ ആഡ് ചെയ്തു. 1000 റുപ്പീസ് ആഡ് ചെയ്തപ്പോൾ അധികരിച്ചു. തീർച്ചയായിട്ടും പർച്ചേസസ് ഡേ ബുക്കിൽ 1000 രൂപ കൂടിപ്പോയാൽ ഇത് പർച്ചേസസ് അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതുമ്പോൾ നോക്കൂ, ജേണലാണ് പർച്ചേസസ് ഡേ ബുക്ക്. ഇതിൽ നമ്മൾ ലെഡ്ജറിലേക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ഞാനിവിടെ ഒരു ടീം ഫോം വരയ്ക്കുകയാണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, കോളങ്ങളൊന്നും വരയ്ക്കുന്നില്ല. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി മാത്രമാണ്. എവിടെ എഴുതുക? പർച്ചേസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഇതെടുത്ത് എഴുതുക. പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എത്ര എഴുതി? 6000 എഴുതി. 5000 ആണ് വരേണ്ടത്. 1000 രൂപ നമ്മൾ ഡേ ബുക്കിൽ കൂടിപ്പോയത് കൊണ്ട് ആ മിസ്റ്റേക്ക് നമ്മൾ എവിടെയും റിപ്പീറ്റ് ചെയ്യുന്നു, പർച്ചേസസ് അക്കൗണ്ടിലും റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എന്താ നെറ്റ് എഫക്റ്റിൽ പറ്റിയിരിക്കുന്നത്? പർച്ചേസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 1000 രൂപ കൂടിപ്പോയി. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിൽ 1000 രൂപ ഡെബിറ്റ് സൈഡിൽ കൂടിയാൽ അത് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? ഒരു അക്കൗണ്ടിൻ്റെ ഒരു സൈഡിൽ കൂടിയാൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. എത്രയാണ് കൂടിപ്പോയത്? 1000 രൂപ. അപ്പോൾ ഈ പർച്ചേസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? 1000 രൂപ എഴുതുക. ഇപ്പോൾ നോക്കൂ, പർച്ചേസ് അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ 5000 ആയി മാറി. അപ്പോൾ ഇവിടെ തെറ്റ് പരിഹരിക്കപ്പെട്ടു. എങ്ങനെയാണ് പരിഹരിച്ചത്? പർച്ചേസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മിസ്റ്റേക്ക് ഇൻ കാസ്റ്റിംഗ് എന്നോ ഓവർ കാസ്റ്റിംഗ് എന്നോ പറഞ്ഞ് 1000 രൂപ എഴുതുക. നമുക്ക് മുന്നിൽ പർച്ചേസസ് അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തില്ല. നമ്മൾ ഈ തെറ്റ് കണ്ടുപിടിച്ചതും പരിഹരിക്കുന്നതും ബിഫോർ ട്രയൽ ബാലൻസ് ആണ്. നമ്മുടെ മുന്നിൽ പർച്ചേസസ് അക്കൗണ്ട് ഉണ്ട്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എടുക്കുക, 1000 രൂപ എഴുതുക. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിച്ചു? ബിഫോർ ട്രയൽ ബാലൻസ് പർച്ചേസസ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ബൈ ₹1000. സപ്പോസ് നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു. എപ്പോഴാണ് പർച്ചേസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്? വർഷത്തിൻ്റെ അവസാനം. എന്തിനു വേണ്ടി? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ. അതായത് നമ്മൾ എല്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ നമുക്ക് പർച്ചേസ് അക്കൗണ്ട് എടുത്ത് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 1000 രൂപ എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു. ഈ 1000 രൂപയുടെ വ്യത്യാസം സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ടാവും ട്രയൽ ബാലൻസിൽ. അപ്പോൾ ഇത് നമുക്കിനി പരിഹരിക്കണമെങ്കിൽ ഒരു ജേണൽ എൻട്രിയിലൂടെ മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് കറക്റ്റഡ് ആഫ്റ്റർ ട്രയൽ ബാലൻസ്.
പക്ഷേ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? പർച്ചേസ് അക്കൗണ്ട് എടുത്തു, ക്രെഡിറ്റ് സൈഡിൽ 1000 രൂപ എഴുതി. പർച്ചേസസ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ബൈ ₹1000. ഇത് തന്നെയാണ് നമ്മൾ ആഫ്റ്റർ ട്രയൽ ബാലൻസും ചെയ്യേണ്ടത്. നോക്കൂ, പർച്ചേസസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക 1000-ന്. ആ ഒരു ജേണൽ എൻട്രി ആയില്ല. ജേണൽ എൻട്രി ആകണമെങ്കിൽ എന്ത് വേണം? ഒരു ഡെബിറ്റ് വരണം. എന്താണ് ഇത്? ട്രയൽ ബാലൻസിൽ എഴുതിയപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടായി. ആ സസ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു പോകണം. അപ്പോൾ എന്ത് ചെയ്യുക? സസ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പർച്ചേസസ് അക്കൗണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. സോ ബിഫോർ ട്രയൽ ബാലൻസ് പർച്ചേസസ് അക്കൗണ്ട് നമുക്ക് മുന്നിൽ ഓപ്പൺ ആണ്. പർച്ചേസസ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ബൈ ₹1000. ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടായി. ഇനി അതൊരു ജേണൽ എൻട്രിയിലൂടെ കറക്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പർച്ചേസസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക, സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഞാനിതൊരു ഉദാഹരണം കൂടി നിങ്ങളെ കാണിച്ചു തരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോളൂ. സെയിൽസ് ഡേ ബുക്ക് അണ്ടർ കാസ്റ്റ് ബൈ ₹500. ഇവിടെ അണ്ടർ കാസ്റ്റ് ആണ്. കാസ്റ്റ് ചെയ്തപ്പോൾ ആഡ് ചെയ്തപ്പോൾ കുറഞ്ഞു പോയി. ഞാനിത് വീണ്ടും ഒരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം. സെയിൽസ് ഡേ ബുക്ക് ജേണലാണ്. വിവിധ ആൾക്കാർക്ക് നമ്മൾ സാധനങ്ങൾ കടവായി വിൽക്കുന്നു. വിറ്റതിന് ശേഷം ആഴ്ചയുടെ അവസാനമോ മാസത്തിൻ്റെ അവസാനമോ നമ്മളിത് ആഡ് ചെയ്യുന്നു. ടോട്ടൽ ചെയ്തപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? 8000 വരേണ്ടതിന് പകരം 7500 വന്നുള്ളൂ. തീർച്ചയായിട്ടും ഇത് എങ്ങോട്ട് എടുത്തെഴുതും? നമ്മൾ സെയിൽസ് അക്കൗണ്ടിലേക്ക് എടുത്തെഴുതും. സെയിൽസ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ എഴുതണേ? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ അപ്പോൾ എന്ത് സംഭവിച്ചു? 7500 വന്നുള്ളൂ. 8000 വരേണ്ടടുത്ത്. അപ്പോൾ നമ്മുടെ ആ സൈഡ് നമുക്ക് ഓപ്പൺ ആണ്. സെയിൽസ് അക്കൗണ്ട് ഇവിടെ ഉണ്ട്. ആ സൈഡിൽ ഒരു 500 കൂടി എഴുതിയാൽ പരിഹരിക്കപ്പെട്ടു. പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 500 എഴുതുക. കറക്റ്റഡായി. ഓക്കെ, മിസ്റ്റേക്ക് ഇൻ പോസ്റ്റിംഗ് എന്നോ അണ്ടർ കാസ്റ്റിംഗ് എന്നോ പറഞ്ഞാൽ മതി. അപ്പോൾ എന്താണ് ഇതിൻ്റെ പരിഹാരം? സെയിൽസ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ബൈ ₹500. ഇതെപ്പോൾ? ബിഫോർ ട്രയൽ ബാലൻസ്. നോക്കൂ, അക്കൗണ്ട് ക്ലോസ് ചെയ്തു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടായി. ഇനി ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം? ഇതേ ആൻസർ തന്നെ. എന്താ അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കൂ. ഇതേ തരത്തിലുള്ള ഇതെല്ലാം വൺ സൈഡഡ് എറേഴ്സ് ആണ്. അണ്ടർ കാസ്റ്റിംഗ്, ഓവർ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ ഒരു ആസ്പെക്റ്റിനെ മാത്രം ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. പർച്ചേസസ് ഡേ ബുക്ക് അണ്ടർ കാസ്റ്റഡ്. വീണ്ടും അവിടെ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. നമ്മളൊരു പർച്ചേസസ് ഡേ ബുക്ക് വരയ്ക്കുന്നു. വിവിധ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കടമായി സാധനങ്ങൾ വാങ്ങുന്നു. ആഴ്ചയുടെയോ മാസത്തിൻ്റെയോ അവസാനം നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ അത് കുറഞ്ഞുപോയി. 17000 വരേണ്ട സ്ഥാനത്തത് 14000 മാറിയിരിക്കുന്നു. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ നോക്കൂ. പർച്ചേസ് അക്കൗണ്ട് ഏത് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്? ഡെബിറ്റ് സൈഡിൽ 14000 എഴുതി. എത്ര വരേണ്ടതാണ്? 17000 വരേണ്ടതാണ്. 17000 വരേണ്ട സ്ഥാനത്ത് 14000 ഉള്ളൂ. 3000 അണ്ടർ കാസ്റ്റഡ്. അതപ്പോൾ ആ സൈഡിൽ എഴുതിയാൽ മതി. പർച്ചേസ് അക്കൗണ്ട് എടുക്കുക, ഡെബിറ്റ് സൈഡ് എടുക്കുക, 3000 എഴുതുക. കഴിഞ്ഞു, പരിഹരിക്കപ്പെട്ടു. മിസ്റ്റേക്ക് ഇൻ പോസ്റ്റിംഗ് എന്നോ അണ്ടർ കാസ്റ്റിംഗ് എന്നോ എഴുതിയാൽ മതി. അപ്പോൾ ബിഫോർ ട്രയൽ ബാലൻസ് ആണെങ്കിൽ എന്താണ് ഇതിൻ്റെ ആൻസർ? പർച്ചേസസ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ബൈ ₹3000. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണ്. സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടായി കഴിഞ്ഞാലോ സെയിം തിങ്, പർച്ചേസ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. അപ്പോൾ എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. ഇതേ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. അതോടുകൂടി നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. സെയിൽസ് ഡേ ബുക്ക് ഓവർ കാസ്റ്റഡ്. ഇതിന് ഞാൻ ഉദാഹരണം ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. സെയിൽസ് ഡേ ബുക്ക് അത് ഓവർ കാസ്റ്റ് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ എഫക്റ്റ് എവിടെ ഉണ്ടാവും? സെയിൽസ് അക്കൗണ്ടിൽ ഉണ്ടാവും. സെയിൽസ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിൽ എഴുതണേ? ക്രെഡിറ്റ് സൈഡിൽ 700 രൂപ കൂടിപ്പോയി. സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 700 രൂപ കൂടിപ്പോയി. കുറയ്ക്കണം. അപ്പോൾ 700 കൂടിപ്പോയി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. എന്താ ചെയ്യേണ്ടത്? സെയിൽസ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് വിത്ത് ₹700. ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണെങ്കിലോ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ വൺ സൈഡഡ് ഓവർ കാസ്റ്റിംഗ്, അണ്ടർ കാസ്റ്റിംഗ് എന്ന് പറയുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇതും വൺ സൈഡഡ് എറർ തന്നെയാണ്. ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം രഘു 20,000 പോസ്റ്റഡ് ടു ഹിസ് അക്കൗണ്ട് ആസ് 2000. മിസ്റ്റേക്ക് ഇൻ പോസ്റ്റിംഗ്. ഇതെല്ലാം എറർ ഓഫ് കമ്മീഷൻ ആണ്. രഘുവിനോട് നമ്മൾ 20,000 റുപ്പീസിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചു, ജേണലിൽ എഴുതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതി പോസ്റ്റ് ചെയ്തപ്പോൾ 2000 എഴുതിയുള്ളൂ. നോക്കൂ, രഘൂസ് അക്കൗണ്ട് നമ്മളൊന്ന് വരച്ചു നോക്കുക. രഘൂസ് അക്കൗണ്ടിൽ എവിടെ വരിക? ജേണൽ എൻട്രി ആലോചിക്കും. ക്രെഡിറ്റ് പർച്ചേസ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു രഘു ആണ്. അപ്പോൾ രഘുവിനെ ക്രെഡിറ്റ് ചെയ്യുക. എത്ര? 20,000 ക്രെഡിറ്റ് ചെയ്യേണ്ടടുത്ത് 2000 വന്നുള്ളൂ. അപ്പോൾ രഘുവിൻ്റെ അക്കൗണ്ടിൽ
2000 വന്നു. എത്ര കുറവുണ്ട് അവിടെ? 18,000ൻ്റെ കുറവ് ഏത് സൈഡിലുണ്ട്? ക്രെഡിറ്റ് സൈഡിലുണ്ട്. അതങ്ങോട്ട് എഴുതിയാൽ മതി, കഴിഞ്ഞു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഷോർട്ടേജ് എന്നോ മിസ്റ്റേക്ക് ഇൻ പോസ്റ്റിംഗ് എന്നോ ഒക്കെ എഴുതിയിട്ട് 18,000 രഘുവിൻ്റെ അക്കൗണ്ടിൽ എഴുതുക. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം? രഘുസ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് വിത്ത് ₹18,000 ഇഫ് ഇറ്റ് ഈസ് ബിഫോർ ട്രയൽ ബാലൻസ്. ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണെങ്കിലോ സെയിം തിങ്, രഘുവിൻ്റെ അക്കൗണ്ടിനെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു രഘുസ് അക്കൗണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുക. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം മാനവ് 5,000 പോസ്റ്റഡ് ടു ഹിസ് അക്കൗണ്ട് ആസ് 50,000. മാനവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ 5,000 റുപ്പീസ് വാങ്ങി കിട്ടി. മാനവിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അത് 50,000 എന്ന് നമ്മൾ പോസ്റ്റ് ചെയ്തു. നോക്കൂ, ജേണൽ എൻട്രി ഓർക്കണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മാനവ്. മാനവിനെ അവിടെ ക്രെഡിറ്റ് ചെയ്യുകയാണ്. 50,000 ക്രെഡിറ്റ് ചെയ്തു. 5,000 എഴുതേണ്ടതിന് പകരം നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്, ഒരു 0 കൂടുതലിട്ടു. എന്ത് സംഭവിച്ചു? മാനവിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പൈസ കൂടി, ക്യാഷ് കൂടിപ്പോയി. എത്ര കൂടി? 5,000 എഴുതേണ്ടതിന് പകരം 50,000 എഴുതി. 45,000 റുപ്പീസ് കൂടിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യണം? കൂടിപ്പോയാൽ കുറയുവാണെങ്കിൽ ആ സൈഡിൽ തന്നെ എഴുതിയാൽ മതി. കൂടിപ്പോയാൽ അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതണം. എത്രയാണ് കൂടിയത്? 45,000 റുപ്പീസ് കൂടിപ്പോയി. ആ 45,000 റുപ്പീസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക. പരിഹരിക്കപ്പെട്ടു. അപ്പോൾ എന്താണ് ആൻസർ? മാനവ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് വിത്ത് ₹45,000. ഇത് ജേണൽ എൻട്രി ആയിട്ട് വരുമ്പോഴോ ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണെങ്കിൽ മാനവ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 7ാമത്തെ ക്വസ്റ്റ്യൻ. റെൻറ്റ് പെയ്ഡ് 8,000 ഡെബിറ്റഡ് ടു റെൻറ്റ് അക്കൗണ്ട് ആസ് 800. ഇതേ രീതിയിലുള്ള മിസ്റ്റേക്ക് തന്നെയാണ്. റെൻറ്റ് പെയ്ഡ്, റെൻറ്റ് അക്കൗണ്ട് അറ്റ് ക്യാഷ്, റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 8,000 എഴുതേണ്ടതാണ്, പക്ഷേ 800 എഴുതിയുള്ളൂ. കുറഞ്ഞുപോയി. എത്ര കുറഞ്ഞുപോയി? 7,200 രൂപ കുറഞ്ഞുപോയി. റെൻറ്റ് അക്കൗണ്ട് എടുക്കുക. നമുക്ക് മുന്നിൽ റെൻറ്റ് അക്കൗണ്ട് ഉണ്ട്. ആ റെൻറ്റ് അക്കൗണ്ട് എടുത്ത് 7,200 രൂപ ഡെബിറ്റ് ചെയ്യുക. ആൻസർ കിട്ടി. എന്താണ്? റെൻറ്റ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് വിത്ത് ₹7,200 ബിഫോർ ട്രയൽ ബാലൻസ്. പക്ഷേ റെൻറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, സസ്പെൻസ് അക്കൗണ്ട് വന്നു. ഇതെങ്ങനെ പരിഹരിക്കാം? റെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതിനെ ക്രെഡിറ്റ് ചെയ്യുക? സസ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇറ്റ്സ് വെരി സിമ്പിൾ നൗ, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് വൺ സൈഡഡ് എററുകൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. അത് ബിഫോർ ട്രയൽ ബാലൻസും ആഫ്റ്റർ ട്രയൽ ബാലൻസും എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് വന്നത്. ഇനി നോക്കൂ, ടു സൈഡ് എറേഴ്സ് ഉണ്ട്. എറർ ഓഫ് പ്രിൻസിപ്പിൾ, കംപ്ലീറ്റ് ഒമിഷൻ, കോമ്പൻസേറ്റിംഗ് എറർ. ഇത്തരത്തിലുള്ള എററുകൾ നമുക്കറിയാം, ഇത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്ത, സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാകാത്ത എററുകളാണ്. അത്തരത്തിലുള്ള എററുകളാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കതെങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ബിഫോർ ട്രയൽ ബാലൻസിനോ ആഫ്റ്റർ ട്രയൽ ബാലൻസിനോ പറയേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് എൻട്രി, റോങ് എൻട്രി, റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന നിലയിലാണ് അതിനെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് ചുരുക്കി പറയാം, വൺ സൈഡ് എററുകളാണെങ്കിൽ നമ്മൾ ആ തരത്തിലുള്ള എററുകളെ ബിഫോർ ട്രയൽ ബാലൻസ് ആഫ്റ്റർ ട്രയൽ ബാലൻസ് എന്ന് കണ്ടിട്ടാണ് അത് റെക്ടിഫൈ ചെയ്യുന്നതെങ്കിൽ, ടു സൈഡ് എറേഴ്സുകളെല്ലാം നമ്മൾ അത്തരത്തിലുള്ള, അത് ടു സൈഡ് എറേഴ്സ് ആണെങ്കിൽ ബിഫോർ ട്രയൽ ബാലൻസും ആഫ്റ്റർ ട്രയൽ ബാലൻസും ഒക്കെ ഒരേ തരത്തിൽ തന്നെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് അത്തരത്തിലുള്ള ചില എക്സാമ്പിളുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫർണിച്ചർ പർച്ചേസ്ഡ് റോങ്ലി ഡെബിറ്റഡ് ടു പർച്ചേസസ് അക്കൗണ്ട് 7,000. ഫർണിച്ചർ വാങ്ങി. നമുക്കറിയാം, ഫർണിച്ചർ വാങ്ങുമ്പോൾ എഴുതേണ്ട ജേണൽ എൻട്രി എന്താണെന്ന് നമുക്കറിയാം. പർച്ചേസസിൽ എഴുതാൻ പാടില്ല. ഗുഡ്സ് വാങ്ങുമ്പോൾ മാത്രമാണ് പർച്ചേസസിൽ എഴുതുക. ഒരു അസറ്റ് വാങ്ങിയാൽ ആ അസറ്റ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇത് എന്ത് തരത്തിലുള്ള എററാണ്? നിങ്ങൾ നോക്കിക്കോളൂ. ഫർണിച്ചർ വാങ്ങിയപ്പോൾ അതിനെ നമ്മൾ പർച്ചേസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ഇറ്റ്സ് എ ടൈപ്പ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. നോക്കൂ, അപ്പോൾ ഇതൊരു ടു സൈഡഡ് എററാണ്. കാരണം ഇവിടെ എന്ത് സംഭവിച്ച കറക്റ്റ് എൻട്രി എന്താണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫർണിച്ചർ പർച്ചേസ്ഡ്, നിങ്ങൾ അത് മാത്രം ആലോചിക്കുക, നമ്മുടെ ഇവിടുത്തെ ട്രാൻസാക്ഷൻ മാത്രം ആലോചിക്കുക. ഫർണിച്ചർ പർച്ചേസ്ഡ്, കറക്റ്റ് എൻട്രി എന്താണ്? ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഇനി നോക്കൂ, നമുക്ക് പറ്റിയ തെറ്റെന്താണ്? നമ്മൾ എഴുതിയപ്പോൾ എങ്ങനെ എഴുതി? ഫർണിച്ചറിന് പകരം പർച്ചേസസിനെ ഡെബിറ്റ് ചെയ്തു. പർച്ചേസസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് നമ്മൾ എഴുതിയത്. ഇതൊരു റെക്ടിഫൈങ് എൻട്രിയിലൂടെയാണ് നമ്മൾ പരിഹരിക്കുക. കറക്റ്റ് എൻട്രിയിലെ ഫർണിച്ചർ നമ്മൾ എഴുതിയിട്ടില്ല. റോങ് എൻട്രിയിലെ തെറ്റായ ഭാഗം ഏതാണ്? പർച്ചേസസ് എഴുതി. അപ്പോൾ പർച്ചേസസിനെ ഡെബിറ്റ് ചെയ്തത് നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ പർച്ചേസിനെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഫർണിച്ചറിനെ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക.
ഫർണിച്ചർ അക്കൗണ്ടന്റ് ടു പർച്ചേസസ് എന്ന് എഴുതുകയാണെങ്കിൽ ഈ ഒരു തെറ്റ് ഇവിടെ പരിഹരിക്കപ്പെട്ടു. ഇത് ബിഫോർ ട്രയൽ ബാലൻസ് ആണെങ്കിലും ആഫ്റ്റർ ട്രയൽ ബാലൻസ് ആണെങ്കിലും ഈ ഒരു ജേണൽ എൻട്രി എഴുതി മാത്രമാണ് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 2 സൈഡഡ് എറേഴ്സ് വരുമ്പോഴാണ് നമ്മൾ കറക്റ്റ് എൻട്രി, റോങ് എൻട്രി, റെക്ടിഫൈങ് എൻട്രി എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ എഴുതി റെക്ടിഫൈങ് എൻട്രി എഴുതേണ്ടത്. നോക്കൂ, നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ, റെന്റ് പെയ്ഡ് 9,000 ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ്. റെന്റ് പെയ്ഡ് നമുക്കറിയാം, ജേണൽ എൻട്രി എന്താ? കറക്റ്റ് ജേണൽ എൻട്രി റെന്റ് പെയ്ഡ്, റെന്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. പക്ഷെ നമ്മൾ എഴുതിയപ്പോൾ ഡെബിറ്റ് ചെയ്തത് എന്തിനെയാണ്? ലാൻഡ് ലോഡിനെയാണ്. ലാൻഡ് ലോഡിനെ ഡെബിറ്റ് ചെയ്തു എന്നുള്ളതാണ് തെറ്റ്. അതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ലാൻഡ് ലോഡിനെ ക്രെഡിറ്റ് ചെയ്യണം, റെന്റിനെ ഡെബിറ്റ് ചെയ്യണം. റെന്റ് അക്കൗണ്ട് അറ്റ് ടു ലാൻഡ് ലോഡ്. ഇറ്റ്സ് വെരി സിമ്പിൾ. 2 സൈഡഡ് എറർ ആണ്, ജേണൽ എൻട്രിയിലൂടെ മാത്രമാണ് പരിഹരിക്കുക, ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രയൽ ബാലൻസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വേജസ് പെയ്ഡ് 1000 ഫോർ ഇൻസ്റ്റാളിംഗ് ഓഫ് എ മെഷീനറി ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. വേജസ് പെയ്ഡ് മാത്രമല്ല പറഞ്ഞിരിക്കുക. വേജസ് പെയ്ഡ് ആണെങ്കിൽ ശരിയാണ്, വേജസ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ ബാക്കി കൂടെ നോക്കൂ നിങ്ങൾ. വേജസ് പെയ്ഡ് 1000 ഫോർ ഇൻസ്റ്റാളിംഗ് എ മെഷീനറി. ഒരു അസറ്റ് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസസുകൾ അത് റവന്യൂ ആണെങ്കിലും നമ്മളതിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. ഇതാണ് അക്കൗണ്ടൻസിയുടെ റൂൾ എന്ന് പറയുക. സോ ഇതെല്ലാം എന്ത് എററാണ്? എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. എന്താണ്? വേജസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു. വേജസ് പെയ്ഡ് 1000 ഫോർ ഇൻസ്റ്റാളിംഗ് ഈ മെഷീനറി ഡെബിറ്റ് ടു വേജസ് അക്കൗണ്ട്. ഇവിടെ എന്താണ്? വേജസ് റവന്യൂ ഐറ്റം ആണെങ്കിലും നമ്മളതൊരു അസറ്റ് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വേജസ് അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല, മെഷീനറി അക്കൗണ്ടിലാണ് അത് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് എൻട്രി എന്താണ്? മെഷീനറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ്. വേജസ് കൊടുത്തു എന്ന് മാത്രമല്ല ഇവിടെ പറയുക, വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റാളിംഗ് ഓഫ് മെഷീനറി. സോ മെഷീനറിയുടെ എക്സ്പെൻസ് ആയിട്ടത് എഴുതേണ്ടി വരും. മെഷീനറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. നമുക്ക് പറ്റിയത് എന്താണ്? നമ്മൾ വേജസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് എഴുതി വെച്ചു. അപ്പോൾ വേജസിനെ ക്യാൻസൽ ചെയ്യണം, മെഷീനറിയെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും വേണം. മെഷീനറി അക്കൗണ്ട് അറ്റ് ടു വേജസ് അക്കൗണ്ട് എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് നോട്ട് റെക്കോർഡഡ് ഇൻ ബുക്സ്. ഇത് ഏത് തരത്തിലുള്ള എക്സ്പെൻസ് എറർ ആണെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഓണർ ഫോർ പേഴ്സണൽ യൂസ് നോട്ട് റെക്കോർഡഡ് ഇൻ ബുക്സ്. റെക്കോർഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജേണൽ എൻട്രി എഴുതിയില്ല എന്നാണ്. ഒരു ബുക്കിലും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ഒമിഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് എൻട്രി അങ്ങോട്ട് എഴുതിയാൽ മതി. നമ്മൾ ഇവിടെ തെറ്റുപറ്റിയിട്ടില്ല. നമുക്ക് കറക്റ്റ് എൻട്രി എന്താണ്? ഡ്രോയിങ്സ് അറിയാം. ഗുഡ്സ് വിഡ്രോൺ ബൈ ദ ഓണർ, ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസസ് എന്നാണ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ജേണൽ എൻട്രി എഴുതിയാൽ പരിഹരിക്കപ്പെടും. അപ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള എററുകൾ സംഭവിക്കുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോ പ്രസന്റേഷനിൽ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായും ഞാൻ പറഞ്ഞു 1 സൈഡ് എറേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ ട്രയൽ ബാലൻസ്, ബിഫോർ ട്രയൽ ബാലൻസ് എന്ന നിലയിൽ നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. രണ്ടാമത് പറഞ്ഞത് 2 സൈഡ് എറേഴ്സ് ആണ്. അതിവിടെ നമുക്ക് ആഫ്റ്റർ ട്രയൽ ബാലൻസ്, ബിഫോർ ട്രയൽ ബാലൻസ് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 2 സൈഡ് എറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കറക്റ്റ് എൻട്രി, റോങ് എൻട്രി, റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന നിലയിൽ നമ്മൾ കാണുന്നതായിരിക്കും ഉചിതം. ഈ 2 രീതിയാണ് പ്രധാനമായിട്ടും നമ്മൾ റെക്ടിഫിക്കേഷന്റെ സമയത്ത് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ കണ്ടെത്തി പ്രോബ്ലംസ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ചാപ്റ്ററെ കാണുകയാണെങ്കിൽ കൂടുതൽ മാർക്ക് നമുക്ക് ഇതിൽ നിന്ന്, അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ ഓഫ് എറർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി മാറുകയില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.